ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പത്മാ മേഡത്തിന്റെ മനസ്സിൽ നിനക്കൊരു 1-2 മാർക്ക് കനിഞ്ഞ് അനുകരിച്ച് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ നിന്റെ അച്ഛനമ്മാവരുടെ മനസ്സിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ പടുകുഴിയിലാടി നീ ഇപ്പൊ നിൽക്കുന്നത്. അവരത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇടി അറപ്പും വെറുപ്പും ആയിരിക്കും അവരുടെ മനസ്സിൽ പോലും. സൂര്യ, അല്ല, കുറച്ചു മുമ്പേ നീ പറഞ്ഞല്ലോ നന്ദിനി ഇവിടുത്തെ വേലക്കാരിയാണെന്ന്. വന്ന് കയറിയ സമയത്ത് ആരെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് മേയാൻ നിൽക്കരുത്. നന്ദിനി എന്റെ ഭാര്യ, ഈ വീട്ടിലെ മരുവാള. നീ അർഹിക്കുന്ന സ്ഥാനം അവക്ക് കൊടുത്തല്ല പെരുമാറുന്നതെങ്കിൽ ഈ കിടന്ന് കത്തുന്ന ഡ്രസ്സിന് പകരം നിന്നെ എടുത്ത് ഞാനിട്ട് അങ്ങ് കത്തിക്കും. എനിക്ക് അത് യാതൊരു മടിയുമില്ല. ഇവിടെ ഈ പത്മാ മേഡത്തിനോട് ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. നന്ദിനി താമ്പാ. അതെ, സത്യം പറഞ്ഞാ ഇവളുടെ ഡ്രസ്സുകൾ കൂട്ടി വരച്ച തന്റെ ഡ്രസ്സുകളില്ലേ, അതെടുത്ത് ഇതുപോലെ ചാരമാക്കി കളയേണ്ടതാ. പക്ഷേ ഇവളെ അമേരിക്കയിൽ നിന്ന് പഠിച്ച വൃത്തികളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ആ താമ്പാ. അതെ, പെൺകുട്ടികളെ വളർത്തുന്നതിന് ആർക്കെങ്കിലും ക്ലാസ് ആവശ്യമുണ്ടെങ്കിലേ ആന്റിയുടെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. അല്ല, ഒന്ന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാ ഈ മുതലിനെ പരുവപ്പെടുത്തി എടുത്തതെന്ന്. നന്ദിനി.